നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആരും ഒരു ദിവസം പെട്ടെന്ന് രാവിലെ എണീച്ചിട്ട് ഇന്ന് മുതൽ ഞാൻ എൻ്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി പോകാമെന്ന് അങ്ങനെ പറഞ്ഞിട്ടല്ല ലൈഫിൻ്റെ കൺട്രോൾ നഷ്ടപ്പെടുത്തുന്നത്. അത് സത്യം പറഞ്ഞ ഒരു പ്രോസസ്സാണ്. ആൻഡ് ആ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു പോയിന്റിലെത്തുമ്പോൾ മാത്രമേ നമ്മൾ പോലും റിയലൈസ് ചെയ്യും നമ്മളെ ലൈഫിൻ്റെ കൺട്രോൾ നമ്മളെ കയ്യിലല്ല എന്ന്. ഈ ഒരു വീഡിയോ 3 വിഭാഗം ആൾക്കാർ കാണുന്നുണ്ടാവും. ഒന്നാമത്തെ വിഭാഗം ഏതാണെന്ന് വെച്ചാൽ സിഗരറ്റ്, കൂള്, അതേപോലുള്ള അല്ലെങ്കിൽ അതിനേക്കാൾ എക്സ്ട്രീം ലെവലായിട്ടുള്ള ഡ്രഗ്സ് യൂസ് ചെയ്തിട്ട് ലൈഫിൻ്റെ കൺട്രോൾ നഷ്ടപ്പെടുത്തിയവർ. രണ്ടാമത്തെ വിഭാഗം ഏതാണെന്ന് വെച്ചാൽ മൈൻഡ്ലെസ് ആയിട്ടുള്ള സ്ക്രോളിങ്, വീഡിയോ ഗെയിംസിൻ്റെ ഓവറായിട്ടുള്ള കൺസപ്ഷൻ, അല്ലെങ്കിൽ അഡൽട്ട് കോണ്ടൻറ്റിൻ്റെ ഓവറായിട്ടുള്ള കൺസപ്ഷൻ, ഇതൊക്കെ കൊണ്ട് ലൈഫിൻ്റെ കൺട്രോൾ നഷ്ടപ്പെടുത്തിയവർ. മൂന്നാമത്തെ വിഭാഗം ഏതാണെന്ന് വെച്ചാൽ ഇവനെന്ത് തേങ്ങയായി പറയാൻ പോകുന്നത് നോക്കാൻ വേണ്ടിയിട്ട് കാണുന്ന ആൾക്കാർ. അപ്പോൾ നിങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളായാലും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഫിക്സ് ദ ലീക്ക്. അതായത് അവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളൊരു ബക്കറ്റ് എടുത്തിട്ട് അതിലിങ്ങനെ വെള്ളം നിറയ്ക്കാൻ വേണ്ടി നോക്കലാണ്. കുറേ സമയം ഇങ്ങനെ പൈപ്പിൽ വെള്ളം ഇങ്ങനെ വീഴുന്നുണ്ട്, പക്ഷേ ബക്കറ്റ് നിറയുന്നില്ല. അങ്ങനെ നിങ്ങൾ നോക്കിയാലെന്ന് മനസ്സിലായേ ഒരു ലീക്ക് ഉണ്ട്, താഴെ ചെറിയൊരു ഹോൾസ് ഉണ്ട്. സോ അത് അടക്കാണ്ട് നിങ്ങളിങ്ങനെ വെള്ളം വെച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. നിങ്ങളെ ബാഡ് ഹാബിറ്റിനെ പറ്റി തന്നെയാണ് പറയുന്നത്. നമ്മൾ ലൈഫ് എത്ര പ്രൊഡക്റ്റീവ് ആക്കിയിട്ടും കാര്യമില്ല ഈ ഒരു ബാഡ് ഹാബിറ്റ് എക്സിസ്റ്റ് ആണെങ്കിൽ. സോ അത് സ്റ്റോപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യേണ്ട കാര്യം നോക്കണം. ലോകത്തുള്ള ഏത് ബാഡ് ഹാബിറ്റ് ആണെങ്കിലും അതിനൊരു ട്രിഗർ പോയിൻ്റ് ഉണ്ട്. ആ ഒരു ട്രിഗർ ഹാപ്പൻ ചെയ്തിട്ട് മാത്രമേ ഈ ഒരു ഹാബിറ്റ് സംഭവിക്കൂ. സോ നമുക്ക് ഈ ട്രിഗർ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഹാബിറ്റും സംഭവിക്കില്ല. സോ ഞാൻ നിങ്ങൾക്ക് രണ്ടാൾക്കാർ എക്സാമ്പിൾ പറഞ്ഞുതരാം, രാമു, രാജു. ആദ്യം രാമുവിൻ്റെ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഈ രാമുവിന് ഒരു സൂക്കേടുണ്ട്. ഇവൻ രാത്രി എപ്പോഴും VPN യൂസ് ചെയ്തിട്ട് വിദേശത്ത് പോകും. എന്നിട്ട് വേണ്ടാത്ത കണ്ട് വേണ്ടാത്ത ചെയ്തിട്ട് തിരിച്ചു വരും. പിന്നെ എനിക്ക് ഭയങ്കര റിഗ്രറ്റ്, ഭയങ്കര ഗിൽട്ടൊക്കെ ഉണ്ടാവും. ചെയ്തത് തെറ്റാന്ന് എനിക്കറിയാം, പക്ഷേ ഇവനെ കൊണ്ട് നിർത്താൻ പറ്റുന്നില്ല. ഒരു ലൂപ്പ് പോലെ ഇങ്ങനെ പോകുന്നു. അങ്ങനെ ഈ രാമു എന്ത് ചെയ്ത് അക്ബറിൻ്റെ വീഡിയോ കണ്ട്. ആ വീഡിയോയിൽ ഇങ്ങനെ പറയുന്നുണ്ട് എല്ലാ ഹാബിറ്റിനും ട്രിഗർ പോയിൻ്റ് ഉണ്ടാവും. അങ്ങനെ ഈ രാമു ഇങ്ങനെ ആലോചിച്ച് എന്തായിരിക്കും എൻ്റെ ട്രിഗർ പോയിൻ്റ്. അപ്പോഴല്ലേ കാര്യം മനസ്സിലായേ, ഈ ചങ്ങായി രാത്രി എപ്പോഴും കടക്കാൻ നോക്കുമ്പോൾ ഫോൺ എടുത്തിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യും. അങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ചില ഹാഫ് നേക്കഡ് ഗേൾസിൻ്റെ ട്രാൻസിഷൻ റീൽ ഇങ്ങനെ ഫീഡിൽ വരും. സോ അത്ര സമയം 2 കാലിലിരുന്ന ആ ഒരു രാമുവിന് പിന്നെ 3 കാലാവും. ഓനക്ക് ഏജ് വരും, മൊത്തത്തിൽ അവൻ്റെ കൺട്രോൾ പോകും. പിന്നെ അവനക്ക് ഇൻസ്റ്റഗ്രാമിലുള്ള സ്ക്രോളിങ് മതിയാവാണ്ട് വരും. ഓനെന്ത് ചെയ്യും? VPN യൂസ് ചെയ്യും, സൈറ്റിൽ പോവും, ഇതേ പരിപാടി. പിന്നെ തിരിച്ചു വരും, റിഗ്രറ്റ് അടിക്കും, റിപ്പീറ്റ്, ഒരു ലൂപ്പ് പോലെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വരുന്നു. അപ്പോൾ രാമുവിൻ്റെ ട്രിഗർ പോയിൻ്റ് എന്താ? രാത്രിയുള്ള ഇൻസ്റ്റഗ്രാം കൺസപ്ഷൻ. സോ എന്ന് രാമു ഇത് നിർത്തുന്നു, അന്ന് രാമുക്ക് ഈ ഒരു ലൂപ്പ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ രാമുവിൻ്റെ എക്സാമ്പിൾ ഞാൻ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഈ ട്രിഗർ പോയിന്റ്, അതുകൊണ്ട് ഞാനന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. സോ അത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് രാജുവിൻ്റെ എക്സാമ്പിൾ പറയാം, ശ്രദ്ധിച്ചു കേട്ടോ. ഈ രാജു ആൾ സത്യം പറഞ്ഞ ഒരു പാവമാണ്, പക്ഷേ എനിക്കൊരു പ്രശ്നമുണ്ട്. ഇവൻ ആളൊരു തീവണ്ടിയാണ്. ഇവന് ഡെയിലി നല്ലോണം വലിക്കും. ഇവൻ്റെ മൈൻഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവനൊന്ന് ടെൻഷൻ അടിക്കുന്ന സമയത്ത്, സ്ട്രെസ്സാ, ആങ്സൈറ്റിയാ ഒക്കെ വരുന്ന സമയത്ത് ഇവനിക്ക് അപ്പാടെ ഒരു പഫ് അടിക്കണം, എന്നാലും ഒരു സമാധാനം ഉണ്ടാവും. അങ്ങനത്തെ ഒരു മൈൻഡാണ്. അവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, സ്ട്രെസ് റിലീഫ് ചെയ്യണമെങ്കിൽ ഒരു പഫ് എടുക്കണം, പോയിട്ട് സിഗരറ്റ് വലിക്കണം, വേറെ വഴിയില്ല. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും ബ്രീത്തിങ് എക്സസൈസ്, നടക്കാൻ പോക്ക്, നിങ്ങൾ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടിന് കോൾ ചെയ്തിട്ട് സംസാരിക്കൽ, കോൾ ഷവർ, ഇതൊക്കെ നിങ്ങളെ സ്ട്രെസ് റിലീഫിന് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ ഇതായിട്ടൊന്ന് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ട്രിഗർ കണ്ടുപിടിക്കൽ, റീപ്ലേസ് ചെയ്യൽ, ഇത് രണ്ടും ഓക്കെ ആയാൽ നിങ്ങളെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഡീക്ലട്ടർ യുവർ എൻവയോൺമെൻറ്റ്. ഈ പേര് കേട്ടിട്ട് പേടിക്കൊന്നും വേണ്ട. ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സമയം ചിലവഴിക്കുന്ന സ്ഥലങ്ങൾ, ആൾക്കാർ, വസ്തുക്കൾ, ഇതെല്ലാം മൊത്തത്തിലൊന്ന് ക്രമീകരിക്കുക, ഒന്ന് ഓർഗനൈസ് ചെയ്യുക. അതായത് നമ്മൾ കിടക്കുന്ന റൂം അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന പ്ലേസ്, ഈ ഒരു സ്ഥലങ്ങളെല്ലാം മൊത്തം മെസ്സിയായി മൊത്തം അലങ്കോലമായിട്ട് ഉള്ളെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഒന്ന് പ്രൊഡക്റ്റീവ് ആവാനുള്ളൊരു തോന്നൽ പോലും ഉണ്ടാവില്ല. ആ ഒരു ഫീൽ നമുക്ക് കിട്ടൂല. സോ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം. അതേപോലെ നമ്മളെ ചില മോശം ശീലങ്ങൾ ചിലപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഫ്രണ്ട് സർക്കിളിൽ നിന്ന് കിട്ടിയതായിരിക്കും. ആൻഡ് ആ ഒരു ഫ്രണ്ട് സർക്കിളായിട്ട് ഇപ്പോഴും നിങ്ങൾക്കൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ ചെറിയൊരു ഡിസ്റ്റൻസ് ഒന്ന് കീപ്പ് ചെയ്യുക. അതിലൊരു മോശം വിചാരിക്കേണ്ട, നിങ്ങളെ നല്ലതിനാണ്. ഇനി ബി കോൺഷ്യസ്. നമ്മൾ കോൺഷ്യസ് അല്ലെങ്കിൽ നമ്മൾ അനാവശ്യമായിട്ട് ഒരുപാട് സമയങ്ങൾ കളയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ ഈവൻ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോൺ എടുത്താണെങ്കിൽ പോലും അത് കോൺഷ്യസ്ലി ആയിരിക്കണം. ഒരു 10 മിനിറ്റ് ഒന്ന് സ്ക്രോൾ ചെയ്തെന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ കുറച്ച് സമയം വീഡിയോ ഗെയിം കളിച്ചെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ജീവിതം നശിച്ചു പോകുന്നില്ല. പക്ഷെ അത് കോൺഷ്യസ്ലി ആയിരിക്കണം. 10 മിനിറ്റ് എന്ന് വിചാരിച്ചെടുത്തിട്ട് 1-2 മണിക്കൂർ നഷ്ടപ്പെടുന്നതാണെങ്കിൽ അത് കോൺഷ്യസ്ലി അല്ല. പിന്നെ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ടൈം ബ്ലോക്ക് ചെയ്യാം. അതായത് നമുക്ക് ചെയ്യേണ്ട പ്രൊഡക്റ്റീവായ കാര്യങ്ങളില്ലേ, സോ അതിനെ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് ഒരു ടൈം അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് എക്സാമിൻ്റെ അടുത്ത് പഠിക്കാനുണ്ട്, അങ്ങനെയാണെങ്കിൽ നൈറ്റ് 7 to 9 പഠിപ്പിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കുന്നു എന്നുള്ള രീതിയിൽ ടൈം ബ്ലോക്ക് ചെയ്യുക. സോ ആ ഒരു സമയം വേറെ ഒരു രീതിയിലും വേസ്റ്റായി പോകാൻ സാധ്യത വളരെ കുറവാണ്. ഓൾറെഡി നമ്മൾ അതിന് വേണ്ടിയിട്ട് സമയം മാറ്റി വെച്ചല്ലോ. ഇനി ഞാൻ പറയാൻ പോകുന്ന 2 കാര്യം, ഈ 2 കാര്യം നിങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഒരു 2 കാര്യങ്ങളിൽ നിങ്ങൾ അകപ്പെട്ടിട്ടുള്ളെങ്കിൽ നിങ്ങൾ ഇനിയും ലൈഫിൻ്റെ കൺട്രോൾ നഷ്ടപ്പെടുത്തും. ഒന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷന് പ്രാധാന്യം കൊടുക്കരുത്. നമ്മളെല്ലാ ഗോൾസും സത്യം പറഞ്ഞാൽ ലോങ് ടേം ഗ്രാറ്റിഫിക്കേഷൻ ആയിരിക്കും, പെട്ടെന്ന് കിട്ടുന്ന കാര്യമല്ലല്ലോ.
ഇപ്പോൾ വീഡിയോ ഗെയിം കളിക്കുന്നത് അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ സ്ക്രോൾ ചെയ്യുന്നതൊക്കെ നമുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഹാപ്പിനെസ് പ്ലഷർ കിട്ടും. പക്ഷേ നമ്മളെ ഗോൾസ് എന്ന് വെച്ചാൽ ജിമ്മിൽ പോകുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വന്ന ഗോൾ നല്ലൊരു ഫിസിക്ക് ബിൽഡ് ചെയ്യണം. ചിലപ്പോൾ കട്ടിങ് ആയിരിക്കും, ചിലപ്പം ബൾക്കിംഗ് ആയിരിക്കും. സോ അത് പോയപ്പാട് നടക്കുന്ന കാര്യമല്ല, നല്ല ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. അതേപോലെ പഠിപ്പിൻ്റെ കാര്യം, നല്ലോണം പഠിച്ച് എന്നിട്ട് എക്സാം പോയി എക്സാം എഴുതി റിസൾട്ട് വന്ന് അപ്പോഴാണ് നമുക്ക് അതിൻ്റെ റിവാർഡ് കിട്ടുക, ആ ഒരു ഹാപ്പിനെസ് കിട്ടുക നമ്മളിട്ട എഫേർട്ടിൻ്റെ. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ മോട്ടിവേഷനിൽ റിലേ ചെയ്യൽ. ഞാനീ പറയാൻ പോകുന്ന കാര്യത്തിന് സയൻറ്റിഫിക്കായിട്ട് എവിഡൻസ് ഒന്നും ഇല്ല കേട്ടോ, പ്രൂവ് ചെയ്യാൻ എൻ്റെ ഒരു അഭിപ്രായമാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഈ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഡ്രഗ്സും മോട്ടിവേഷൻ കൊടുക്കുന്ന ആൾക്കാർ ഡ്രഗ് ഡീലേഴ്സുമാണ്. അതായത് ഇവരെന്താ ചെയ്യുന്നത്, ആൾക്കാർക്ക് ടെമ്പററി ആയിട്ടൊരു ഹൈ കൊടുക്കലല്ലേ ഈ പറയുന്ന മോട്ടിവേഷൻ. അത് എപ്പോഴും ഉണ്ടാവുക. ചിലപ്പോൾ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ആ ഒരു റീല് ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു സാധനം പോകും, അത്ര ഈ ഒരു സാധനം നിലനിൽക്കും നമ്മുടെ തലയിൽ. സോ ഇതുപോലെ നമ്മൾ കൂടുതൽ മോട്ടിവേഷൻ റിലേ ആണെങ്കിൽ അതൊരു മണ്ടത്തരാണ്. അതിന് പകരം നമ്മളുടെ ഡിസിപ്ലിൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നോക്കുക, സിസ്റ്റം ബിൽഡ് ചെയ്തിട്ട് അത് ഫോളോ ചെയ്യാൻ വേണ്ടി നോക്കുക. ഈവൻ ഇഫ് വി ഡോണ്ട് ഫീൽ ലൈക്ക് ടു ഡൂ ദ വർക്ക്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുണ്ടെങ്കിൽ അതിന് മോട്ടിവേഷനും മൂഡും എല്ലാം നോക്കാണ്ട് ചെയ്ത് തീർക്കേണ്ട കാര്യമാണെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്ത് തീർക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ജീവിതം എന്ന് പറയുന്ന ഈ ഒരു ഓട്ടത്തിൽ ചിലപ്പോൾ നമ്മൾ വീണു പോകും, സ്വാഭാവികം. ആ ടൈമിന് നമുക്ക് രണ്ട് രീതിയിൽ റിയാക്ട് ചെയ്യാം. ഒന്നാമത്തെ എങ്ങനെയാണെന്ന് വെച്ചാൽ അല്ലാ പഠിച്ചോനെ ഞാൻ വീണുപോയി, ഞാൻ ഇനി എന്നാ ചെയ്യുക, ആരെങ്കിലും രക്ഷിക്കണേ, കാണുന്നാക്കെല്ലാം കൈ കൊടുക്കും, എന്നെ ഒന്ന് പിടിച്ച് എണീപ്പിക്കണേ, ഞങ്ങൾക്ക് കുറേ പോകാനുണ്ട്, ഇനി ഓടണോ, അങ്ങനെ അവിടെ തന്നെ ഇരിക്കും, സമയം കളയും. രണ്ടാമത്തെ രീതി എന്താണെന്ന് വെച്ചാൽ ഓടുന്ന സമയത്ത് വീണുപോയി, ഓക്കെ, ഇനി എന്നാ ചെയ്യാൻ പറ്റാൻ നോക്കും. മുറിവുണ്ടോ, കാലിന് എന്തെങ്കിലും പരിക്കുണ്ടോ, അത് ഹീൽ ചെയ്യേണ്ട പരിപാടി നോക്കും. എന്നിട്ട് വേഗം ഇനിയും തിരിച്ച് ട്രാക്കിലേക്ക് കയറാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നോക്കും. അതല്ലേടാ തൻ്റെ ഇടോ. ചില ആൾക്കാരുടെ മൈൻഡ് സെറ്റ് എന്താണെന്നറിയാം, ഈ പ്രശ്നമെല്ലാം ഒന്ന് സോൾവ് ആക്കിയിട്ട് വേണം എനിക്കൊന്ന് ജീവിക്കാൻ, ഇതെല്ലാം ഒന്ന് കഴിഞ്ഞ് കിട്ടിയില്ലെങ്കിൽ, അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. ഉള്ള കാര്യം ഞാൻ പറയാലോ, നമ്മളെ ജീവിതത്തിൻ്റെ എല്ലാ ടൈം ലൈനിലും, ലിറ്ററലി എല്ലാ ടൈം ലൈനിലും, അതിപ്പോൾ 9 വയസ്സായിക്കോട്ടെ, 18 വയസ്സായിക്കോട്ടെ, 26 വയസ്സായിക്കോട്ടെ, 45 വയസ്സായിക്കോട്ടെ, എല്ലാ ടൈം ലൈനിലും പ്രോബ്ലംസ് ഉണ്ടാവും. അത് നമ്മൾ സോൾവ് ചെയ്യേണ്ടി വരും. ഇറ്റ്സ് പാർട്ട് ഓഫ് ദി ലൈഫ്. സോ ഈ മൈൻഡ് സെറ്റിനെ നമ്മൾ മാറ്റി വെക്കുക. ഈ ഒരു റിയലൈസേഷൻ ഇത് നമുക്ക് ഉണ്ടാവണം. എന്തിന് പറയുന്നടാ, ഒരു സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് കോണ്ടന്റ് ക്രിയേറ്ററായ എൻ്റെ കയ്യിൽ നിന്ന് വരെ ലൈഫിൻ്റെ കൺട്രോൾ നഷ്ടപ്പെട്ടിന്. പിന്നെയാ അത് ഞാൻ ഓപ്പൺ ആയിട്ട് നിങ്ങളോട് പറയുകയും ചെയ്തിട്ടുണ്ട്. പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്ക്. അതിൽ ഞാൻ പച്ചക്ക് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അതേപോലെ പാർട്ട് 2 ഇത് സംഭവിക്കാനുള്ള കാരണം, എന്തുകൊണ്ട് നമ്മളെ ഓൾഡ് ഹാബിറ്റിലേക്ക് തിരിച്ചു പോകുന്നു എന്നീ കാര്യത്തിൽ ഞാൻ ഒരു ക്ലിയറിറ്റി വരുത്തിയിട്ടുണ്ട്. ആൻഡ് ലാസ്റ്റ് പാർട്ടായ പാർട്ട് 3 എങ്ങനെ നമുക്ക് ലൈഫിൻ്റെ കൺട്രോൾ തിരിച്ചെടുക്കാമെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. മച്ചാൻ അത് പോരളിയാ.